ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളുകളായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നുമില്ല, നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഒന്ന് സെറ്റായി വരണമല്ലോ. ലൈക്ക് ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ വന്നത്, പിന്നെ എൻ്റെ പരീക്ഷയും കാര്യങ്ങളെല്ലാം ഫിനിഷായി, എൻ്റെ റിസൾട്ട് വന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ അക്കോമഡേഷനിൽ നിന്ന് നമ്മൾ പുതിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു. ഒരു പുതിയ വീട് കണ്ടുപിടിച്ചു, അതിൻ്റെ ടെനൻസി അഗ്രിമെൻറ്റ് കാര്യങ്ങൾ, പുതിയ വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ല്, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ മാൾട്ടയിലെ പോലെയല്ല, നമുക്കിവിടെ മിക്കപ്പോഴും ഫർണിഷ്ഡ് വീടുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഫർണിച്ചർ കടകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ അത് അടുപ്പിക്കാനുള്ള ഓട്ടം കാര്യങ്ങൾ. പിന്നെ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ഇപ്പം ഒത്തിരി പുതിയ സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ട് വന്നു. കുറേയൊക്കെ സാധനം നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തു, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെ കുറച്ചൊന്ന് സെറ്റിൽ ആവാനായിട്ടുള്ള കുറച്ചൊരു കാലതാമസമായിരുന്നു. പിന്നെ കഴിഞ്ഞ ജനുവരി 24 ചേട്ടായിയും പിള്ളേരും വന്നു. പിന്നെ പിള്ളേരുടെ സ്കൂളിൽ അഡ്മിഷനൊക്കെ റെഡിയായി, പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങി. എൻ്റെ ഓഫ് ഡേയ്സുകളിലൊക്കെ ഞാനിതുപോലെ പിള്ളേരുടെ കാര്യങ്ങളും ഈ സ്കൂൾ അഡ്മിഷൻ കാര്യങ്ങൾ റെഡിയാക്കല്, പിന്നെ ചേട്ടായി വന്നിട്ട് വാങ്ങാന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ വാങ്ങിക്കാൻ പോക്കും, അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പം ഞാനൊന്ന് ഫ്രീ ആയോ എന്ന് ചോദിച്ചാൽ ഫ്രീ ആയില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പം ഇവിടെ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് ഡ്യൂട്ടി ഉള്ളൂ. 3 ആഴ്ചകളിൽ 3 ദിവസം ഡ്യൂട്ടി, ഒരാഴ്ചയിൽ 4 ദിവസം ഡ്യൂട്ടി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ആഴ്ച 3 ദിവസം ഡ്യൂട്ടി ഉള്ളൂ. എന്തായാലും 3 ദിവസം ഡ്യൂട്ടി 4 ദിവസം ഓഫും, ഷോ പിന്നെന്ത് വേണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ മാൾട്ടയിലുള്ള ഒത്തിരി പേര്, മാൾട്ടയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒത്തിരി മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചേട്ടായി ഈ ജനുവരി 6 കൂടി ചേട്ടായി മാൾട്ട വിട്ടു. ഞാനും മാൾട്ട വിട്ടിട്ട് ഇപ്പോൾ 2-3 മാസമായി. അപ്പം ഇവിടെ നിന്നുകൊണ്ട് മാൾട്ടയിലെ കാര്യങ്ങളെ പറ്റി പറയുന്നത്, ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് അത്ര കണ്ടൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ അടുത്തില്ല. അതൊരു കാര്യം. പിന്നെയെന്ന് വെച്ചാൽ മാൾട്ട എൻ്റെ ഒരു വീക്ഷണത്തിൽ എന്ന് വെച്ചാൽ മാൾട്ട എനിക്ക് അടിപൊളിയായിരുന്നു. 2021 എൻഡിലാണ് ഞാൻ വന്നത്. ആ ഒരു 3 വർഷം കൊണ്ട് ഞാൻ ഒത്തിരി പൈസ മാൾട്ടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഈ മാൾട്ടയിലേക്ക് നേഴ്സസും കെയറർമാരൊക്കെ വരുന്നത് കുറച്ച് കുറവായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പല വിധത്തിൽ സ്റ്റുഡൻറ്റ് വിസയിലായിട്ടും അല്ലാതെ വർക്ക് വിസയിലായിട്ടൊക്കെ ഒത്തിരി നേഴ്സുമാർ വരുന്നുണ്ട്. അപ്പം നേഴ്സുമാർക്ക് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏജൻസി എൻ്റെ മുമ്പിലുള്ളൂ. കാരണം ഞാൻ വന്ന സ്റ്റുഡൻറ്റ് വിസയിലാണ് അവർക്ക് ഒരു ഏജൻസി, ഞാൻ വന്ന ഒരു ഏജൻസിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അവിടെ വരുന്ന ഒത്തിരി പേര് വരുന്നൊരു മെയിൻ ഏജൻസി ഉണ്ട്, ആ ഏജൻസിയും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റൊരു ഏജൻസികളെ എനിക്ക് ഡയറക്റ്റ് അറിഞ്ഞുകൂടാ. പിന്നെ മാൾട്ടയിലേക്ക് ഡ്രൈവറായിട്ട് ഇപ്പോൾ ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആലുവയിൽ ഏതോ ഒരു ഏജൻസി ഉണ്ടെന്ന്, യൂറോഗേറ്റോ അങ്ങനെ എന്തോ ഒരു ഏജൻസി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ മാൾട്ടയിലേക്ക് പറയാനായിട്ട്. അല്ലാതെ എനിക്ക് ഏജൻസികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മാൾട്ടയിൽ വരുന്ന ആളുകൾ മാൾട്ടയിൽ നിന്നുകൊണ്ട് കുറേ പേപ്പർ വർക്കുകൾ ചെയ്യുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അവരുമായിട്ടൊന്നും നമുക്ക് കോണ്ടാക്ട്സ് ഇല്ല. അപ്പോൾ മാൾട്ടയിനെ പറ്റി അധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇനി നമ്മുടെ യൂട്യൂബിൽ നിന്ന്, നമ്മുടെ ചാനലിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം അത് ശരിയല്ലല്ലോ, നമ്മളിവിടെ നിൽക്കുകയും മാൾട്ടയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാം, നമ്മൾക്ക് നാട്ടിൽ നിൽക്കക്കള്ളി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും എങ്ങനെയെങ്കിലും കയറി വരാൻ പറ്റും, ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ഇതെങ്ങനെയാണ് അത് അങ്ങനെയായിരിക്കും ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പേടിച്ച് വരച്ചിരുന്നിട്ടൊരു കാലം. നമ്മൾ ഇനിയിപ്പോൾ ഞാൻ മാൾട്ടയിലേക്ക് വരാൻ നേരത്തെ എന്നോട് ഒത്തിരി പേര് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൾട്ടയിൽ പോകുന്നവർക്കൊന്നും ജോലിയില്ല, മാൾട്ടയിൽ അങ്ങനെയാണ്, മാൾട്ടയിൽ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഞാൻ വന്നപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യത്തിൽ ദൈവാനുഗ്രഹത്താൽ എനിക്ക് വന്നപ്പോൾ തന്നെ വർക്ക് വിസ പാർട്ട് ടൈം എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും വലിയ തട്ടുമുട്ടും ഇല്ലാതെ അങ്ങനെ പോയി. പക്ഷേ ഇപ്പം വരുന്ന ആളുകൾ കാരണം ഒത്തിരി സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഒത്തിരി പേര് വരുന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടാനൊക്കെ കുറച്ച് ടഫാണ് മാൾട്ടയിൽ. അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനുള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒത്തിരി പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം നേഴ്സുമാർ കെയർ വിസയിൽ വന്നുകൊണ്ട് ജോലി ചെയ്യുമ്പം മറ്റുള്ള നേഴ്സുമാർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നുകൊണ്ട് കെയറായിട്ട് ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നടക്കൂല. കാരണം അവിടെ എല്ലാം കെയർ വിസയിൽ വന്ന ആളുകളെല്ലാം അവിടെ ഫില്ലാണ്. പിന്നെ ഇതുപോലെ വല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജോലിക്ക് പോകാൻ നോക്കുക എന്നുള്ളതാണ്, അത്രത്തോളം പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. പിന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പേപ്പർ വർക്കുകളും ID കാർഡ് കിട്ടാനും കുറച്ച് ഡിലേ, കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
മാൾട്ട മറ്റൊരു രാജ്യങ്ങൾ നിങ്ങൾക്ക് പോസിബിൾ അല്ലാന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം നിങ്ങൾ മാൾട്ടയിലേക്ക് നോക്കിയാൽ മതി. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഇപ്പം അല്ല കുറച്ചുകൂടി പൊട്ടൻഷ്യലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഒന്നും കൂടി ട്രൈ ചെയ്യാം. അതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു. അതർവൈസ് ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ അറ്റ കൈക്ക് മാൾട്ടയിലേക്ക് കയറാന്നുള്ള ഇതിൽ മാത്രം നിങ്ങൾ മാൾട്ടയിലേക്ക് നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ അത്യാവശ്യം സാധ്യതകളൊക്കെ ഉണ്ട്, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 6-7 മാസം നിങ്ങൾക്കൊന്ന് സർവൈവ് ചെയ്യാനുണ്ട്, വീട്ടിൽ നിന്ന് പൈസ അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൾട്ടയിലേക്ക് വരാം. നോ വറീസ്. പിന്നെ ഒരു കാര്യം, മാൾട്ടയിലേക്ക് വരുന്ന ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നത് എന്നോട് നേഴ്സുമാരാണ് മെസ്സേജ് അയക്കുന്നത്. കെയർ വിസയിൽ വരുന്നതാണോ അതോ സ്റ്റുഡൻറ് വിസയിൽ വരുന്നതാണോ നല്ലതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുക കെയർ വിസയാണ്. വർക്ക് വിസയിൽ വന്നു നിന്നുകൊണ്ട് സൈഡായിട്ട് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്ത് അവിടെ നേഴ്സ് ആവാൻ നോക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ബ്രിഡ്ജിങ് കോഴ്സിനായിട്ട് സ്റ്റുഡൻറ് വിസയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ പാടാണ്. പിന്നെയെന്ന് വെച്ചാൽ നേഴ്സുമാരാവാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആണ്. പക്ഷേ നേഴ്സിൻ്റെ വേക്കൻസി ഇല്ലയെന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഡിലേ വരും ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വന്ന് നമ്മുടെ കോഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ചധികം നാളുകൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, അത് എത്രത്തോളം നിങ്ങൾക്ക് പോസിബിൾ ആവും എന്നുള്ളത് നിങ്ങളൊന്നും കൂടി ചിന്തിക്കണം. അപ്പോൾ ബെറ്റർ ഏതായാലും നിങ്ങൾ വരുവാണല്ലോ, അപ്പോൾ എന്നാൽ ജോലി ഷുവറായിട്ടുള്ള വർക്ക് വിസയിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നേഴ്സുമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ മാൾട്ടയിൽ സ്റ്റുഡൻറ് വിസയിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. ഒന്നുമില്ല, എൽഡർലി കെയർ കോഴ്സുകൾക്കാണ് മിക്കവരും വരുന്നത്. നല്ല കോഴ്സാണ്, സ്കോപ്പുള്ള കോഴ്സാണ്. ഇപ്പോൾ എല്ലായിടത്തും മിക്ക രാജ്യങ്ങളിലും അത് ഒത്തിരി കെയർ ഹോമുകളുണ്ട്. അപ്പോൾ ആ കെയർ ഹോമുകളിലേക്കൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എൽഡർലി കെയർ കോഴ്സുകൾ, ഹെൽത്ത് കെയർ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ അല്ലെങ്കിൽ മാൾട്ടയിൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സുഖമായിട്ട് നിങ്ങൾക്ക് കയറി പോകാനും പറ്റും. അങ്ങനെ അവിടെ നിന്ന് തന്നെ അയർലൻഡിലേക്ക് എവിടേക്കൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഓസ്ട്രേലിയ തുറന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി ഓപ്പണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ നേരിട്ട് പോയ ആൾക്കാർ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, പേഴ്സണലി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിവേ ഇതൊരു സ്കോപ്പുള്ള സാധ്യതയുള്ള ഒരു കോഴ്സാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് ഉതകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ കോഴ്സിൽ മാൾട്ടയിലേക്ക് കയറി വരാൻ പറ്റും. പിന്നെ മറ്റുള്ള ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള ഏതൊക്കെ കോഴ്സുകളെ പറ്റിയൊക്കെ ഇപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നുണ്ട്. ആ ജോലികളുടെ എത്രത്തോളം സാധ്യതകളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കാരണം ഞാൻ ആ ഒരു ഫീൽഡല്ല, ഞാനൊരു നേഴ്സ് എന്നുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ UK നമ്മുടെ പുതിയ ജീവിതം തുടങ്ങി നമ്മുടെ പിള്ളേരും കുടുംബവും ഒക്കെ ആയിട്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള കൊച്ചു വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മാൾട്ടയിൽ വന്നപ്പം ഞാൻ അറിയാൻ വൈകിപ്പോയി. എൻ്റെ ഭാവി കുറേ നാളുകൾ പോയ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയതാണ് എന്ന് ഞാൻ എങ്ങനെയാണ് മാൾട്ടയിൽ വന്നതിനെ പറ്റി എല്ലാവരോടും പറഞ്ഞേക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ മാൾട്ടയിലെ വീഡിയോസ് എനിക്ക് ഒത്തിരി റീൽസ് തന്നു, ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് തന്നു. പിന്നെ മാൾട്ട നല്ല രാജ്യമായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ വെതർ വൈസൊക്കെ അടിപൊളിയാണ് മാൾട്ട. പക്ഷേ ഇവിടെ UK എന്ന് വെച്ചാൽ മിക്കപ്പോഴും നല്ല തണുപ്പാണ്. അപ്പം മാൾട്ടയിൽ താമസിച്ച ഒരാൾക്ക് UK വരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ചേട്ടായിക്കും ഉണ്ട് കേട്ടോ, ചേട്ടായിക്ക് തണുപ്പൊട്ടും പിടിക്കുന്നില്ല. പിന്നെ ഇവിടെ എപ്പോഴും അത് വെതർ ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളത് യൂസ് ടു ആവുമായിരിക്കും, ഐ ഹോപ്പ്. ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നില്ല, അതുപോലെ നമ്മൾ ജീവിച്ചു പോകും, അത്രയേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പം മാൾട്ടയെ പറ്റിയുള്ള വീഡിയോസ് ഇനി മുതൽ ഒത്തിരി ഉണ്ടാവില്ല, നമ്മുടെ UK വീഡിയോസ് ആയിരിക്കും. UK ട്രാവല് കാര്യങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മളോട് കോൺടാക്ട് ചെയ്തവരും ഒത്തിരി പേർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ എങ്ങനെയാണ് മാൾട്ടയിലേക്ക് നേഴ്സായിട്ട് വരാൻ പറ്റുക, എങ്ങനെ മാൾട്ടയിൽ നേഴ്സാവുന്നതിനെ പറ്റി ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാനും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് റിപ്ലൈ തരാം കേട്ടോ.
മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ ഇട്ട് ഒത്തിരി നാളായി, ഒത്തിരി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ലൈഫ് ഒന്നും ഇങ്ങോട്ട് ഓടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇതിലേക്ക് വരും. അപ്പം സാധാരണ പോലെ തന്നെ വാർത്തകളെ പോലെ തന്നെ കാര്യങ്ങൾ ഉഷാറായിട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാവരോടും ബൈ ബൈ.